ടു മൈ യൂട്യൂബ് ചാനൽ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് SLC മക്കളുടെ സോഷ്യൽ സയൻസ് പരീക്ഷയിൽ ചോദിക്കാവുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമായിട്ടുള്ള എർത്ത് കേക്ക് എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്നാണ്. ഇനി അതിനെപ്പറ്റി വിശദമായിട്ട് നമുക്ക് എർത്ത് കേക്കിൻ്റെ ഭാഗങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട കേന്ദ്രം ഒക്കെയാണ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. ചിലപ്പോൾ ഇതൊരു 2 മാർക്കിന് ചോദിക്കാൻ പറ്റിയ നല്ലൊരു ചോദ്യമാണ്. നമുക്കതിലേക്ക് പോവാം. എന്താണ് ഫോക്കസ്, എന്താണ് എപ്പി സെൻറ്റർ, ഇതൊക്കെയാണ് ഈ ക്ലാസ്സിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഭൂവൽക്കത്തിൽ ഊർജം സ്വതന്ത്രമാക്കപ്പെടുന്ന കേന്ദ്രത്തെ പ്രഭവ കേന്ദ്രം അഥവാ ഫോക്കസ് എന്ന് വിളിക്കുന്നു. ഭൂവൽക്കത്തിൽ ഊർജം സ്വതന്ത്രമാക്കപ്പെടുന്ന കേന്ദ്രത്തെ പ്രഭവ കേന്ദ്രം അഥവാ ഫോക്കസ് എന്നാണ് വിളിക്കുന്നത്. കണ്ടോ, ഇവിടെ എർത്ത് കേക്കിന്റെ ഫോക്കസിനെ കണ്ടോ? ഇതാണ് എർത്ത് കേക്കിന്റെ ഫോക്കസ്. ഈ ഫോക്കസിനോട് ഏറ്റവും അടുത്തുള്ള ഭൗമോപരിതല കേന്ദ്രത്തെ അതികേന്ദ്രം അഥവാ എപ്പി സെന്റർ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഫോക്കസിനോട് ഏറ്റവും അടുത്തുള്ള ഭൗമോപരിതല കേന്ദ്രത്തെ വിളിക്കുന്ന പേരെന്താണ്? അതികേന്ദ്രം അഥവാ എപ്പി സെന്റർ. ഫോക്കസിന് നേർമുകളിലുള്ള ഈ ഭൗമോപരിതല കേന്ദ്രത്തിലാണ് ഭൂകമ്പ തരംഗങ്ങൾ ആദ്യം എത്തുക. അപ്പോൾ എവിടെയാണ് ഭൂകമ്പ തരംഗങ്ങൾ ആദ്യം എത്തുന്നത്? ഈ പറയുന്ന എപ്പി സെന്ററിലാണ്. ഫലകങ്ങളുടെ ചലനത്തിലൂടെ മാത്രമല്ല ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നത്. അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ മൂലവും തീവ്ര ഖനന മേഖലകളിൽ ഖനികളുടെ മേൽത്തട്ടി ഇടിഞ്ഞു വീണും വൻ സ്ഫോടനങ്ങൾ മൂലവുമൊക്കെ ഭൂകമ്പങ്ങൾ ഉണ്ടായേക്കാം. വലിയ ജലസംഭരണികൾ സ്ഥിതി ചെയ്യുന്ന ഇടങ്ങളിൽ മിക്കപ്പോഴും ജലം തടശിലകൾക്കുമേൽ ചെലുത്തുന്ന സമ്മർദ്ദം മൂലം തടശിലകൾ ഞെരിഞ്ഞമർന്ന് ചെറു ഭൂകമ്പങ്ങൾ കാരണമായേക്കാം. ഇതൊക്കെയാണ് നിങ്ങൾ ഭൂകമ്പ